ന്യൂസ് മലയാളത്തിന്റെ ടീമിനോട് പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ക്യാമറയ്ക്ക് പിന്നിലൊരു ടീമുണ്ട്, പക്ഷെ ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കുന്ന ടീമാണിതാ എല്ലാവരും പാലക്കാട് നിന്ന് അജിത്തുണ്ട്, നമ്മുടെ നിഖിലുണ്ട്, അശ്വതിയുണ്ട്, അഖില CP ഉണ്ട്, ആരതിയുണ്ട്, സൂര്യയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ആ പിന്നിൽ ലിജോയുണ്ട്, ലിജോ വർഗീസ് ഉണ്ട്. ലിജോ വർഗീസാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആള്. അജിത്തിലേക്ക് വരാം, കാരണം അജിത്തിന് ഇത്തവണ കുറച്ച് വാശിയോടുകൂടിയാണ് അജിത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 1 പോയിന്റിനാണ് പാലക്കാടിന് കിരീടം നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഇത്തവണ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകാൻ ഉറച്ചാണോ, അജിത്തിനെ മുന്നിൽ നിർത്തിയാണോ ടീം വന്നിരിക്കുന്നത്? 1000 പേര് വരുന്നുണ്ട് അവിടുന്ന്, പല ദിവസമായിട്ട് 1000 പേരെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്തവണ ഒന്ന് കപ്പടിക്കാന്ന് മാത്രമല്ല, ഇപ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അവരൊരു വൈകാരികമായ അന്തരീക്ഷത്തിൽ നിൽക്കുക. അപ്പോൾ ഇവിടുന്ന് കപ്പ് പാലക്കാട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അത് ചെറുതായിരിക്കത്തില്ല. അത് നിങ്ങൾ മനസ്സിലാകും. അത് തയ്യാറെടുപ്പുകൾ 2 മാസം മുമ്പ് തൊട്ട് തുടങ്ങിയ പൂർത്തിയായ തയ്യാറെടുപ്പുകൾ, അതിൻ്റെ ഒരു ഇന്ന് അവിടുന്ന് ട്രെയിൻ കയറുമ്പോഴും കുട്ടികൾ ഇങ്ങോട്ട് വരുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ആവേശം കാണാൻ പറ്റും. തൃശ്ശൂരിന് കലോത്സവത്തിന് വലിയ സംഭാവനയൊക്കെ ചെയ്യാൻ പറ്റിയ നാടാണ്, പക്ഷേ ഇത്തവണത്തെ മത്സരം അത് കടുക്കും. 1 പോയിന്റ് എന്നുള്ളത് അത് ചെറിയ പോയിന്റ് ആയിരിക്കില്ല. 1 പോയിന്റിന് ഒരു 117 പവന്റെ വിലയുള്ള ഒരു പോയിന്റാണത്. എന്തായാലും നിഖില് നമ്മൾ ഇന്നലെ വൈബ് പിടിക്കാൻ ഇന്നലെ തന്നെ ഇവിടെ എത്തിയതാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബ്? ഇവിടുത്തെ വൈബ് കുഴപ്പമില്ല. ഇപ്പോൾ നേരത്തെ മന്ത്രി പറഞ്ഞത് പൂരം കാണാം പുലികളി കാണാമെന്നൊക്കെയാണ്. ഈ പൂരവും പുലികളിയും ഒക്കെ ഒരുമിച്ച് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു വൈബിലേക്ക് ഇന്നലെ വൈകുന്നേരം തൊട്ട് തന്നെ ഏതായാലും തൃശ്ശൂർ മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ എത്തുമ്പോൾ ആ വൈബിൻ്റെ കൂടെ തന്നെ നമ്മളും കയറിയിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാടിൻ്റെ കാര്യം പറഞ്ഞു, തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ കണ്ണൂർ ബ്യൂറോ എന്നാണല്ലോ വരുന്നത്. കൊല്ലത്ത് പോയിട്ട് കപ്പെടുത്ത് കണ്ണൂരേക്ക് കൊണ്ടുപോയവരാണ് കണ്ണൂരുകാർ. അപ്പോൾ കണ്ണൂരുകാർ മോശമൊന്നുമല്ല, ചിലപ്പോൾ കപ്പ് ഇത്തവണ അങ്ങേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞത് ഇത് മത്സരമല്ല ഉത്സവമാണ് പ്രധാനം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോൾ മത്സരമായിട്ട് തന്നെ കാണുന്ന ഒരാളുണ്ട് ഇവിടെ, കാരണം അശ്വതിയുടെ ജില്ലയാണിത്. അങ്ങനെ കപ്പ് ഇവിടെ നിന്ന് എവിടെയും കൊണ്ടുപോകില്ല എന്നാണ് അശ്വതി തീരുമാനം. അതെ, എനിക്ക് പറയാനുള്ളത് 2 പേരും മനക്കോട്ട് കേട്ടിട്ട് ഒരു കാര്യമില്ല, കപ്പ് ഇവിടെ തന്നെ ഇരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കലോത്സവം കൂടിയാണ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്നത്, കലോത്സവം കാണാൻ വരുന്നത്. പിന്നെ സേഫ് പറഞ്ഞ പോലെ എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഒരു 25 മിനിറ്റ് പോയാൽ വീടെത്തും. പിന്നെ ഒരു ജെൻസി വൈബ് ആയതുകൊണ്ട് അതിൻ്റെ ആവേശം എന്തായാലും ഉണ്ട്. അത് പിന്താങ്ങാനായിട്ട് ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. ശരിക്കും കലാമണ്ഡലത്തിന്റെ ഒരു നാട്ടിൽ നിന്നല്ലേ അഖില വരുന്നത്? അതെ, കലാമണ്ഡലം. ഞാൻ ബോർഡറാണ്, തൃശ്ശൂർ പാലക്കാട് ബോർഡറാണ്. പക്ഷെ ഞാൻ പാലക്കാടിന്റെ ഒപ്പമാണ്. പാലക്കാട് കപ്പ് ഇത്തവണ എടുക്കും. ആഹാ, അതൊരു മാതിരി. അഖില കഴിഞ്ഞ കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? 24 റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, 25 ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന്റെ കൂടെ ഒരു വൈബ് ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ പാലക്കാട് തൃശ്ശൂരൊക്കെ ഒരു പൂരം കൊടിയേറി തുടങ്ങി. അതായത് ഡിസംബർ മുതൽ പൂരം സീസണാണ്. അപ്പൊ എനിക്കിവിടെ വന്നപ്പോൾ ശരിക്കും ഒരു പൂരം വൈബ്. ഇന്ന് കൊടിയേറി, ഇന്ന് 4 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊട്ടിക്കലാശം. എൻ്റെ കലോത്സവം ഓർമ്മ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന കലോത്സവം തൃശ്ശൂർ കലോത്സവമാണ് 2012. അതിനുശേഷം പലത് റിപ്പോർട്ട് ചെയ്യുന്നെങ്കിലും നമ്മുടെ ആദ്യത്തെ കലോത്സവം എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഇന്നലെ വന്നപ്പോൾ ആ ഒരു തോന്നലാണ് തോന്നിയത്. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും കുട്ടിയായിട്ടുള്ള ഒരാളുണ്ട്, അശ്വതി ന്യൂസ് മലയാളത്തിൻ്റെ ആരതി ന്യൂസ് മലയാളത്തിൽ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ വന്നിട്ട്. ആരതി, എങ്ങനെയാണ്? ഒരു ഭയങ്കര കൗതുകത്തോടെ ഇന്നലെ തുള്ളിച്ചാടി നടക്കുന്നുണ്ടായിരുന്നല്ലോ അശ്വതിയുടെ ഒപ്പം. എനിക്ക് ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ആദ്യമായിട്ടാണ് റിപ്പോർട്ടിങ്ങിന് വരുന്നത്, ആദ്യമായിട്ടാണ് ഞാൻ കലോത്സവത്തിന് റിപ്പോർട്ടിങ്ങിന് വരുന്നത്. ഇതിനു മുമ്പ് മത്സരിച്ച് ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ തിരുവാതിരയ്ക്കൊക്കെ മത്സരത്തിനായിട്ട് വന്നിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ റിപ്പോർട്ടിങ്ങിനൊന്നും അങ്ങനെ ഇത് വന്നിട്ടില്ല. പിന്നെ മന്ത്രി പറഞ്ഞ പോലെ തൃശ്ശൂർ ത്രില്ലാണ്, ഞാൻ അതിലും വലിയ ത്രില്ലിലാണ്.